ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പൈനാപ്പിൾ പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ട് പൊരിക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ വലിയൊരു പൈനാപ്പിൾ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കട്ടാക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ രാവിലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിൾ പൊരിക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ മോള് ഇന്ന് പോകാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിന്നാൻ പറ്റില്ല, അവൾക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ പൈനാപ്പിൾ പൊരിച്ചിട്ട് തിന്നാൻ പറ്റിയില്ലെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരിക്കും. അപ്പോൾ ഞാൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ചും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളകും പൊടിയൊക്കെ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് ഏറിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പൊരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു. എന്നാൽ കളറൊട്ടില്ലേനും നല്ല എരിവുണ്ടായിരുന്നു. മോള് ചോദിക്കണം, അമ്മച്ചി ഒരുപാട് മുളകും പൊടി ഇട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ എന്ത് ഇടുമ്പോഴും അത് തികയോ എന്നുള്ളൊരു ചിന്ത കാരണം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ മധുരമുള്ളതല്ല, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഒന്ന് വെന്തതിൻ്റെ ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിരുന്ന് വന്നിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അതിൻ്റെ മുന്നേ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി തരാൻ മറക്കേ അല്ലെങ്കിൽ സാധനം ഇല്ലാഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ നിൽക്കുന്ന നേരത്ത് ഇതേമാതിരി തന്നെ ആയിരിക്കും കേട്ടോ. രാവിലെ എണീച്ചിട്ട് അത് തിന്നിട്ടില്ല, കൊടുത്തിട്ടില്ല, ഇത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കി ഇങ്ങനെ തരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അതേപോലെ തന്നെ അവൾ മസാല ദോശ ഉണ്ടാക്കണം നമുക്കൊരു ദിവസം രാത്രി. അതേപോലെ മൈദ ചപ്പാത്തി, ചിക്കൻ കറി ഉണ്ടാക്കണം പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടോ. മൈദ ചപ്പാത്തിയും പൂരിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ റൊട്ടി, അരി അരച്ചിട്ടുള്ള റൊട്ടിക്കടി വേണമെന്നാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഇത് നെയ് റോസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് പൊതുവേ ഉള്ള സ്വഭാവമാണ്, എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുക അല്ലെങ്കിൽ വിരുന്നേരോ വരുന്ന ടൈമിലേ ഉള്ളൂ തയ്ക്കാൻ കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇരിക്കുമ്പോൾ ഇതിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നെയ് റോസ്റ്റും ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളും കുട്ടിയും വന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വീട്ടിൽ ചിക്കൻ ബോക്സ്, മക്കൾക്കൊക്കെ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഇനി കുട്ടികൾക്ക് പകരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി നിന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും മാറിയതിൻ്റെ ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നാൽ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. അവർ കുറച്ച് വലിയ കുട്ടികളാണ് കേട്ടോ, അതുകൊണ്ട് മാറി നിന്നതാണ്. അപ്പോൾ നമ്മളടുത്ത് ഇവർ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ. പോകാൻ നിൽക്കുന്ന നേരത്ത് ഒക്കെ ആണെങ്കിൽ പോയി കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചട്നി ഉണ്ടാക്കണമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചട്നി ഉമ്മച്ചിക്ക് നേരം ഉണ്ടാവില്ലല്ലോ, ചട്നിയൊന്നും വേണ്ട, രാവിലെ ഉണ്ടാക്കിയ കറി കൂട്ടി തിന്നോളാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവൾക്ക് ആ ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കി, ദോശ 2-3 നെയ് റോസ്റ്റും ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ എരിവായതുകൊണ്ട് വല്ലാതെ ഒന്നും തിന്നില്ല, എന്നാലും നെയ് റോസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ തിന്നു. അപ്പോഴാണ് മനസ്സിനൊരു സമാധാനം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.